പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും വേണ്ട, 4-5 വർഷം മതി. അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും. ആരാണ് കള്ളം പറയുന്നത്, ഭയപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. 2013 ഗാഡ്ഗിൽ ഇക്കാര്യം കേരള ജനതയോട് ഉറക്കെ പ്രഖ്യാപിച്ചപ്പോൾ ഒരിക്കൽ അവർ അദ്ദേഹത്തെ പരിഹസിച്ചു. പിന്നെ പ്രളയം വന്ന് കേരളത്തെ വിഴുങ്ങിയപ്പോൾ മാത്രമാണ് നമ്മൾ അക്കാര്യം ഓർത്തത്. പിന്നെയും മലയാളി അദ്ദേഹത്തിന്റെ ആശയത്തെ ബോധപൂർവം മറക്കുകയായിരുന്നു. അതെ, ആരാണ് ഗാഡ്ഗിൽ? ആരാണ് മാധവ ഗാഡ്ഗിൽ? നമ്മൾ അദ്ദേഹത്തെ അറിയുന്നത് പശ്ചിമഘട്ട ജൈവ വിദഗ്ധ സമിതിയുടെ തലവനായാണ്. ഇന്ത്യക്കാരനായ പരിസ്ഥിതി ശാസ്ത്ര വിദഗ്ധനാണ് മാധവ ഗാഡ്ഗിൽ. 1942 പൂനെയിലാണ് ജനനം. ജനസംഖ്യാശാസ്ത്രം, പരിസ്ഥിതി സംരക്ഷണ ശാസ്ത്രം, മനുഷ്യ പരിസ്ഥിതി ശാസ്ത്രം, പരിസ്ഥിതി ചരിത്രം എന്നിവയിൽ അദ്ദേഹം പ്രാവീണ്യം നേടി. പൂനെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മുംബൈയിൽ നിന്നും ജീവശാസ്ത്രം പഠിച്ച ശേഷം ഗാഡ്ഗിൽ ഗണിത പരിസ്ഥിതി ശാസ്ത്രത്തിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടി. ജീവശാസ്ത്ര അധ്യാപകനായ അദ്ദേഹം അപ്ലൈഡ് മാത്തമാറ്റിക്സിൽ റിസർച്ച് ഫെലോയുമായിരുന്നു. 2002 ബയോഡൈവേഴ്സിറ്റി ആക്ട് ഉണ്ടാക്കിയ സമിതിയിൽ അംഗവുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ആത്മകഥയാണ് പശ്ചിമഘട്ടം, ഒരു പ്രണയകഥ. പേര് സൂചിപ്പിക്കുന്നത് പോലെ പശ്ചിമഘട്ടത്തെ അത്രയും ആഴത്തിൽ പ്രണയിച്ച ഒരാളായിരുന്നു ഗാഡ്ഗിൽ. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി: ഏതു ഗ്രാമത്തിൽ നിലവിൽ വരുന്ന ഏതു പദ്ധതികളെപ്പറ്റിയും തീരുമാനമെടുക്കേണ്ടത് ആ ഗ്രാമത്തിലെ ജനങ്ങളാവണം. ഗ്രാമങ്ങളിലെ കർഷകരും മുക്കുവരും ആദിമ നിവാസികളുമാണ് പ്രകൃതിയെ പരിപാലിക്കുന്നവരും സംരക്ഷിക്കുന്നവരും. കാരണം അവർക്കാണ് പ്രകൃതിയുടെ വിലയറിയുന്നതും അതിനെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് അറിയുന്നതും. ഇന്ന് ഗാഡ്ഗിൽ ഓർമ്മയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ നാം മുറുകെ പിടിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണത്.